മത്തൻ തിന്നാ പിത്തം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് മത്തനെ അപമാനിക്കാറുണ്ടെങ്കിലും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഈ മത്തൻ. അങ്ങനെ ഇരിക്കണം മത്തനെ കൊണ്ട് നമുക്കൊരു അടിപൊളി പച്ചടി ഉണ്ടാക്കിയാലോ. അങ്ങനെ മത്തനതാ തോലൊക്കെ കളഞ്ഞ് സുന്ദരനാക്കിയിട്ട് ഇങ്ങനെ കീറിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കാം. കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കൂടി ഒഴിച്ചിട്ട് ഒരു സ്റ്റീം വരുന്ന വരെ വേവിച്ചെടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയിലേക്ക് ഒരു പച്ചമുളകും 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. അങ്ങനെ ഒറ്റ സ്റ്റീമിൽ തന്നെ മത്തനൊക്കെ വെന്തു. ഇനി അതിലേക്ക് കുറച്ച് തൈരും കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. പുളിയും മധുരം കൂടി ബാലൻസ് ആവണ വിധത്തിൽ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തൈരും ശർക്കരയൊക്കെ ഒന്ന് തിളച്ച് മിക്സായി കഴിഞ്ഞാൽ അരച്ച് വെച്ച തേങ്ങ മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തോളൂ. ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് തിളക്കരുതേ. ഇനി വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുകും 1 മണി ഉലുവയും കറിവേപ്പിലയും കൂടി നല്ലൊരു വറവും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ ഒരു സ്വാദിഷ്ടമായ മത്തൻ പച്ചടി ഇവിടെ റെഡി ആയിട്ടോ. അങ്ങനെ മത്ത ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇങ്ങനൊരു പച്ചടി വെച്ച് കൊടുത്തോളൂ. കൂടെ തന്നെ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.